ലോകയുടെ കളക്ഷൻ നമ്മളൊക്കെ കരുതുന്നതിന് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 7 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 33 കോടി രൂപയോളം നേടി. ഓണം വീക്കെൻഡ് വരാനിരിക്കുന്നു. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിൽ 7 ദിവസം കൊണ്ട് 100 കോടി കടന്ന് ഏതാണ്ട് 105 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ബുക്ക് മൈ ഷോയിലൊക്കെ എല്ലാ ട്രെൻഡുകളും ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. മോളിവുഡിൻ്റെ ഒരു റെക്കോർഡായിട്ടുള്ള തുടരും സിനിമയുടെയൊക്കെ BMS ബുക്കിംഗ് ഒക്കെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ലോക മുന്നേറുന്നത്. ലോകയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്സെപ്റ്റൻസ് എന്തായാലും ഒരു കുറഞ്ഞ കാലത്തേക്ക് ആയിരിക്കില്ല നിൽക്കുക, ഒരുപാട് കാലത്തേക്ക് നിൽക്കുന്ന ഒരു ട്രെൻഡായി മാറുകയാണ്. എന്തായാലും വലിയ റെക്കോർഡിലേക്ക് പോകും. 200 കോടി ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി 300 കോടിയിലേക്ക് ലോക പോകുമെന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു ചെറിയ സിനിമ എന്ന് പറയുന്നത് ഒരു വമ്പൻ താരനിര ഇല്ലാത്ത വളരെ യങ് ആയിട്ടുള്ള ആളുകൾ അഭിനയിച്ചിട്ടുള്ള ഈ ഒരു സിനിമ, കുറെ ക്യാമിയോ റോൾസ് ഉണ്ടെങ്കിൽ പോലും ഇത്രയധികം ട്രെൻഡ് ആവുന്നതിൻ്റെ പിറകിൽ കണ്ടന്റ് ആണ് അതിൻ്റെ ഒരു മെയിൻ റീസൺ ആയിട്ട് വരുന്നത്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ആഫ്റ്റർ റിലീസ് മാർക്കറ്റിംഗ്, ഡെഫിനറ്റ്ലി ദുൽഖറിൻ്റെ ഒരു എഫേർട്ട് അത് ആ സിനിമയ്ക്ക് വല്ലാതെ ബൂസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും പാൻ ഇന്ത്യ ഹിറ്റായി, വേൾഡ് വൈഡിലും വൻ ഹിറ്റാണ്. അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് ആദ്യ വീക്കെൻഡിൽ കിട്ടിയ സ്വീകരണത്തെക്കാൾ വളരെ വലുതാണ് സെക്കൻഡ് വീക്കെൻഡിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എന്താവും മുന്നോട്ടുള്ള കളക്ഷൻ റെക്കോർഡുകളിലൊക്കെ കുതിപ്പെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്.